വയലിൽ മൊയ്തീൻ കോയ ഹാജി ആയിരക്കണക്കിന് അനാഥർക്കും അഗതികൾക്കും കാരുണ്യത്തിന്റെ അമൃത കണങ്ങൾ പകരാൻ ഒരായുസ് മുഴുവൻ അധ്വാനിച്ച വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ കഥ. നിസ്വാർത്ഥമായ സാമൂഹ്യ സേവനത്തിന്റെ പ്രചോദനദായകമായ കഥ. മതത്തിനും ജാതിക്കും ഭാഷയ്ക്കും അപ്പുറം മനുഷ്യരെ കണ്ട വയലിൽ മൊയ്തീൻ കോയ ഹാജി എന്ന മനുഷ്യസ്നേഹിയുടെ ഉന്മേഷദായകമായ കഥ. അനാഥ കുഞ്ഞുങ്ങൾക്കായി മുക്കം അനാഥശാല എന്ന സ്വർഗരാജ്യം സൃഷ്ടിച്ച വയലിൽ മൊയ്തീൻ കോയ ഹാജി എന്ന ഇതിഹാസ പുരുഷന്റെ ജീവിതകഥ. ദർശനങ്ങളുടെ കനകജ്വാല. മൊയ്തീൻ കോയ ഹാജി രാഷ്ട്രീയം വിട്ടെങ്കിലും ഇവിടുത്തെ വികസനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരുന്നു. കാരണം അദ്ദേഹം എന്ത് പറയുമ്പോഴും അതിൽ വീട്ടുകാര്യങ്ങളില്ല, നാട്ടുകാര്യങ്ങളുള്ളൂ എന്ന് അറിയുന്നതുകൊണ്ട് ഏത് പാർട്ടി ഭരിച്ചാലും ഏത് മുന്നണി ഭരിച്ചാലും അദ്ദേഹം ചോദിക്കുന്ന ഒരുമാതിരി സ്ഥാപനങ്ങളൊക്കെ കിട്ടും. മുക്കത്തുനിന്ന് കാണുന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അദ്ദേഹം സ്ഥാപിച്ചതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയത്തിൽ നിന്നുണ്ടായതാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത്, രാഷ്ട്രീയത്തിനപ്പുറത്ത് മൊയ്തീൻ കോയ ഹാജി എന്നുള്ള വലിയ മനുഷ്യന്റെ കഷ്ടപ്പെടുന്നവരെയും ദുർബലരെയും അനാഥരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അതിനുവേണ്ടിയുള്ള അദ്ദേഹം കാണിക്കുന്ന ജാഗ്രത, ശ്രദ്ധ, അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ത്യാഗം. സ്വന്തം പോക്കറ്റിൽ നിന്നും സമ്പന്നമായ കുടുംബത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. തന്റെ വരുമാനത്തിന് നല്ലൊരു പങ്ക് മുക്കം യത്തീംഖാനയുടെ പ്രവർത്തനം അദ്ദേഹം നീക്കിവച്ചിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ക്രമേണ പിൻവാങ്ങി. പിന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരുന്നു. അതിൽ പ്രധാനം യത്തീംഖാനകളുടെ, അനാഥാലയങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. പിന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹം നീക്കിവെച്ചത്. രാഷ്ട്രീയത്തിൽ ക്രമേണ മാറിയ അദ്ദേഹം പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാത്രം നീക്കിവെച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള മാതൃകയായിട്ടുള്ള നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ അർപ്പണബോധത്തോടു കൂടി ആത്മാർത്ഥമായി ദുർബലരെ, പാവപ്പെട്ടവരെ, അനാഥരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി, അവരെ സഹായിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ എക്കാലവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർക്ക് മാതൃകയാണ്. മുക്കത്തും പരിസര പ്രദേശങ്ങളിലും മതപാഠശാലകൾ സ്ഥാപിക്കുന്നതിനും നടത്തിപ്പിനുമായി മൊയ്തീൻ കോയ ഹാജി പ്രസിഡന്റും ഹാജിയുടെ മനസ്സാക്ഷി എന്നറിയപ്പെട്ടിരുന്ന ഞാറക്കാട്ട് കെ മുഹമ്മദ് സെക്രട്ടറിയായും രൂപീകരിക്കപ്പെട്ട നുസ്രത്തുൽ ഇസ്ലാം സംഘമാണ് മുക്കം അനാഥശാല കമ്മിറ്റിയായി പരിണമിച്ചത്. പ്രസിഡന്റിന്റെ കൈവശമുണ്ടായിരുന്ന 12 അണയും സെക്രട്ടറിയുടെ കൈവശമുണ്ടായിരുന്ന 8 അണയും ചേർന്ന 1.25 ഉറുപ്പികയാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ ആദ്യ മൂലധനം. അനാഥത്വം എന്ന ദുരവസ്ഥ ഇല്ലാതാകുന്ന ഒരു സുവർണകാലം സ്വപ്നം കണ്ട ഹാജി അനാഥകളില്ലാതായി, അനാഥശാലകൾ അത്രയും നശിച്ചു പോകട്ടെ, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആശയവും ആഗ്രഹവും. അനാഥ മക്കളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ഹാജി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഭാവനാപൂർണമായ പദ്ധതികൾ ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടു. മുക്കം അനാഥശാലയെ പുരോഗതിയുടെ ഉത്തുംഗ ശൃംഗത്തിലെത്തിച്ച ഹാജി 1982 രാഷ്ട്രപതി സെയിൽ സിംഗിൽ നിന്ന് ശിശുക്ഷേമത്തിനുള്ള ദേശീയ അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്.